അക്ഷരനഗരിയാണ് കോട്ടയം. സാക്ഷരത കൊണ്ട് മാത്രമല്ല, കേരളത്തിനെ ആദ്യമായി അക്ഷരം പഠിപ്പിച്ചതും കോട്ടയം തന്നെ. ബെഞ്ചമിൻ ബെയ്ലി നട്ടുവളർത്തിയ പ്രണയത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും കലാലയം CMS കോളേജ്. അയിത്തത്തെ പടിക്ക് പുറത്താക്കണമെന്ന് പഠിപ്പിച്ച വൈക്കം സത്യാഗ്രഹം കോട്ടയത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. തിരുവിതാംകൂറുകാർക്കെന്ന മുദ്രാവാക്യം ഉയർത്തിയ മലയാളി മെമ്മോറിയലും ഇതേ കോട്ടയത്ത് നിന്നാണ് തുടങ്ങിയത്. തലസ്ഥാനം അങ്ങ് തിരുവനന്തപുരമാണെങ്കിലും ഒരു കാലത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനം കോട്ടയമായിരുന്നു. ഉമ്മൻചാണ്ടിയും KM മാണിയുമൊക്കെ അടക്കി വാണ കോട്ടയം. കേരള കോൺഗ്രസുകളുടെ ഈറ്റില്ലമായ കോട്ടയം. NSSന്റെയും ഓർത്തഡോക്സ് സഭയുടെയും ആസ്ഥാനം. റബ്ബർ കർഷകന്റെ സ്വന്തം നാട്. മുൻ ഇന്ത്യൻ രാഷ്ട്രപതി KR നാരായണൻ, ആദ്യ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ, മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായർ, മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. അങ്ങനെ കോട്ടയത്തിന്റെ പെരുമ ലോകത്തോളം ഉയർത്തിയ എത്രയോ പേർ. ചിലർ കോട്ടയത്തെ ഹൃദയത്തോടൊപ്പം ചേർത്തപ്പോൾ ചിലർ തന്റെ പേരിനൊപ്പം ചേർത്തു. രാഷ്ട്രീയവും സംസ്കാരവും ചരിത്രവും മാത്രമല്ല, കോട്ടയംകാരുടെ ഭക്ഷണവും അടിപൊളിയാണ്. അല്ലേ അമ്മച്ചി? എന്തോ ഇഷ്ടം? കപ്പയും മീനും ഇഷ്ടം. സഞ്ചാരികളുടെ പറുദീസയായ കുമരകം നമ്മെ മാടി വിളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അടിച്ചു കയറി വാ. കേറി വാട ഉവ്വേ എന്ന് പറഞ്ഞ് ആരെയും കൈനീട്ടി സ്വീകരിക്കുന്ന കോട്ടയത്തിന് ഇന്ന് 75ാം പിറന്നാൾ. എല്ലാവർക്കും വാർഷിക ആഘോഷത്തിൻ്റെ എല്ലാ രൂപത്തിലുമുള്ള ആശംസകളും നേരുന്നു. ഞാൻ ഈ അവസരത്തിൽ ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ കോട്ടയം. ഹാപ്പി ബർത്ത്ഡേ കോട്ടയം. ഹാപ്പി ബർത്ത്ഡേ കോട്ടയം. 75ാം പിറന്നാൾ ആഘോഷിക്കുന്ന കോട്ടയത്തിന് ആശംസകൾ. കോട്ടയത്തിന് പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ കോട്ടയം. 75ാം പിറന്നാൾ ആഘോഷിക്കുന്ന കോട്ടയം ജില്ലയ്ക്ക് ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ കോട്ടയം. നമ്മുടെ കോട്ടയത്തിന് പിറന്നാൾ ആശംസകൾ. ജോബൻ തേക്കടിക്കൊപ്പം ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.